കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയ SDPI ഭീകരർ വിദേശത്തേക്ക് കടന്നായി സൂചന. സംഭവത്തിൽ 357 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 5 പേരാണ് പോലീസിന്റെ പിടിയിലായത്. അതേസമയം സംസ്കരണ കേന്ദ്രത്തിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് തീയിട്ടത് SDPI ഭീകരരാണെന്ന വാദം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവരിൽ പലരും അക്രമം നടത്തിയതിനു ശേഷം വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന. മുഖം മറച്ച് ഫാക്ടറിക്കകത്തേക്ക് കയറി ആക്രമണം നടത്തിയത് SDPI ആണെന്ന ആരോപണം CPM നേതൃത്വവും നിരന്തരം ഉന്നയിക്കുമ്പോഴാണ് കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കളടക്കം പിടിയിലാകുന്നത്. ഇതോടെ SDPI ഡിവൈഎഫ്ഐ ബന്ധമാണ് പുറത്തുവരുന്നതെന്ന് BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. കേസിൽ ഇന്നലെ പിടിയിലായ സെയ്ഫുള്ള മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ്. താമരശ്ശേരിയിൽ പ്രാദേശികമായി നടക്കുന്ന സമരത്തിലേക്ക് മറ്റു ജില്ലകളിൽ നിന്നുള്ളവർ എങ്ങനെ നുഴഞ്ഞുകയറി എന്നതും SDPI പോലുള്ള മത തീവ്ര സംഘടനകൾ സമരത്തിലേക്ക് നുഴഞ്ഞുകയറാനുണ്ടായ സാഹചര്യവും അന്വേഷിക്കപ്പെടണം. അതേസമയം ഫ്രഷ് കട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയാണ് യോഗം നടക്കുക. യോഗത്തിന് മുമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. ജനം, കോഴിക്കോട്.